അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവനെ ചുമത്തി അവൻ നമുക്ക് വേണ്ടി ഒരു അകൃത്യയാഗമായി, അവൻ നമുക്ക് വേണ്ടി ഒരു പാപയാഗമായി, അവൻ നമുക്ക് വേണ്ടി ഒരു ദഹനയാഗമായി, അവൻ നമുക്ക് വേണ്ടി സൗരഭ്യ വാസന യാഗമായി. യേശുവിന്റെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് രാത്രി നീ ആരാധിക്കുമ്പോൾ ഈ കാര്യം മറന്നു പോകരുത്. ക്ഷീണിച്ചു പോകുമ്പോൾ അവൻ ആകാശത്തിലൂടെ കടന്നുപോയ യേശു നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ഉണ്ടെങ്കിലും അവൻ താണിറങ്ങി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് ഞാൻ ഉറക്കക്കളഞ്ഞ് പ്രാണനെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചവൻ മൂലഭാഷയിൽ എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീയും എന്നെ കൈവിട്ടതെന്ന് അവൻ പിതാവ് പോലും കൈവിട്ടുകൊണ്ട് മാന്യ സഹോദര, മാന്യ പിതാവേ, മാന്യ മകളെ, നിന്നെ സ്നേഹിച്ച സ്നേഹം നീ ഓർക്കാറുണ്ടോ? അവൻ കേവലം ദൈവീഷികമായ ജീവിതത്തിനു വേണ്ടി അല്ലാതെ അവന്റെ വേള വിളിച്ചിറക്കിയിരിക്കുന്നത് ഭൂമിയും നന്മകളും അനുഗ്രഹങ്ങളും അവൻ സ്വന്തം അവനോടുകൂടെ യുഗങ്ങൾ വസിക്കുന്ന വലിയ ഭാവി പ്രത്യാശയ്ക്കായി വിളിച്ചിറക്കിയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ചിന്തിക്കുക, ഈ ക്രൂശിന്റെ സ്നേഹമാണ് നിന്നെ എത്തിക്കുന്നത്. ഇതാണ് ഇന്ന് രാത്രി നിങ്ങൾക്കുള്ള വലിയ തോത്. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുവാൻ വിരൂപനാണ്, രൂപഗുണമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. എല്ലാവരാലും കൈവിടപ്പെട്ടവനായി, നിന്ദിതനായി, നിസ്സാരനായി, ത്യജിക്കപ്പെട്ടവനായി, വ്യസനപാത്രമായി, രോഗം ശീലിച്ചവനായി ഈ രാത്രിയിൽ നീ അവനെ ഒന്ന് കാണൂ. നിന്റെ കണ്ണുകൾ, ആത്മകണ്ണുകൾ ദർശിക്കൂ. അവന്റെ പ്രത്യക്ഷത അനേകരെ വ്യത്യാസത്തിലേക്ക് വരുത്തിയെങ്കിൽ ഉയർത്തെഴുന്നേറ്റ യേശു അനേക അപ്പസ്തോലന്മാർക്ക്, ഭക്തന്മാർക്ക്, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് വാസ്തവമാണെങ്കിലും നിനക്ക് പ്രത്യക്ഷനായ കാര്യം നീ മറന്നുപോയോ? ആ ക്രൂശിലെ പ്രത്യക്ഷത, അവൻ ഇറങ്ങി വന്ന ദൈവസ്നേഹം, സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അവൻ തളർന്നുപോയ നമ്മെ, കൈപിടിക്കാനില്ലാത്ത നമ്മെ ആര് നമ്മെ സഹായിക്കുമെന്ന് ഇന്ന് രാത്രികൾ ചോദിക്കുന്ന മാന്യ സഹോദര, മാന്യ സഹോദരി, നിന്നെ താങ്ങാൻ ഒരു കരമുണ്ട്. ഇന്ന് രാത്രി നീ വിശ്വസിച്ചു, അവൻ നിന്നെ വിടുവിച്ച കരമാണ്. അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയുകയില്ല. നിത്യതവനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞവൻ, he is the Lord and he is taking to eternal life. അവൻ നിന്നെ എടുത്തുകൊണ്ട് പോകാൻ നിത്യ ജീവൻ തന്നിട്ടുണ്ടെങ്കിൽ ആ വിശ്വസ്തനായ ദൈവം ഈ രാത്രി നമ്മളോട് കൂടെയുണ്ട്. അവൻ എഴുത്തുകാരൻ വ്യക്തമായി പറയുന്നു, അവൻ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തി. അടിപ്പടരായി നമുക്ക് എന്ത് ലഭിച്ചു? സൗഖ്യം ലഭിച്ചു. പലപ്പോഴും നാം ധ്യാനിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ വിവിധ പ്രസംഗങ്ങൾ, വിവിധ വിഷയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ ഭാവികളാൽ വിരോധം സഹിച്ച പുരുഷനെ ധ്യാനിക്കാറുണ്ടോ? എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും പറയുവാൻ ഈ രാത്രി ഞാൻ സമയമെടുക്കുന്നില്ല. എന്റെ ജീവിതത്തിന്റെ അനേക കഷ്ടങ്ങളിൽ എനിക്കൊരു കാര്യമറിയാം. അവൻ യേശുവിനെ ധ്യാനിക്കുവാൻ, യേശുവിന്റെ സ്നേഹത്തെ ധ്യാനിക്കുവാൻ ഇടയായപ്പോൾ എനിക്ക് മാത്രമല്ല ആയിരങ്ങൾക്ക് വിടുതൽ ലഭിക്കുവാൻ ദൈവം ഇടയാക്കിയത് ആ ക്രൂശിലെ സ്നേഹമാണ്. അവൻ എഴുത്തുകാരൻ പറയുന്നു, സ്വന്തം യാഗം കൊണ്ട് അവർക്ക് ഇങ്ങനെ വിശദീകരിക്കാം. ശരീരയാഗം കൊണ്ട് അവൻ തന്റെ ശരീരം നിന്നയ്ക്കും തുപ്പലിനും ഏൽപ്പിച്ചു കൊടുത്തു. അവന്റെ മുഖം അവൻ നിന്നയ്ക്കും തുപ്പലിനും ഏൽപ്പിച്ചു. തന്റെ ശരീരം തകർത്തു കളഞ്ഞു. നിന്ന എന്റെ ഹൃദയത്തെ തകർത്തു. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി ആരെയും കണ്ടില്ല. പ്രസംഗിക്കുവാൻ എനിക്കും നിങ്ങൾക്കും എളുപ്പമുണ്ടെങ്കിലും ധ്യാനിക്കുവാൻ എളുപ്പമല്ല സഹോദര. അദൃശ്യമായ സ്നേഹം, അനിർമ്മലമായ സ്നേഹം, അവിശുദ്ധ രക്തം നിനക്ക് വേണ്ടി ചൊരിഞ്ഞെങ്കിൽ നമ്മെ രക്ഷിച്ച കർത്താവിന്റെ പ്രത്യക്ഷത ഈ രാത്രി, the first appearance of the Lord Jesus, he died on the cross of Calvary as a sacrificial death for us. അപ്പോൾ നമ്മുടെ പിന്മാറ്റങ്ങൾ മാറുകയാണ്, നമ്മുടെ അവസ്ഥകൾക്ക് ഭേദം വരികയാണ്, പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ മറുപടി ലഭിക്കുകയാണ്, ആരാധനയുടെ അവസ്ഥകൾ മാറുകയാണ്. ആരും പറഞ്ഞിട്ട് ആരാധിക്കുന്നത് ആത്മാവിന്റെ നിയന്ത്രണം ഏറ്റുവാങ്ങുകയാണ്. ക്രൂശിലെ സ്നേഹം സന്തോഷത്തോടെ
എന്നെ വീണ്ടെടുത്ത അതിസ്തുല്യ സ്നേഹമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും നീ ധ്യാനിക്കുമെങ്കിൽ നിന്റെ ബന്ധനങ്ങൾ അഴിയാൻ തുടങ്ങും, നിന്റെ കെട്ടുകൾ പൊട്ടാൻ തുടങ്ങും. ആർക്കും പൊട്ടിക്കാൻ കഴിയാത്ത ബന്ധനങ്ങൾ അഴിക്കുവാൻ വചനത്തിന്റെ ശക്തിക്ക് കഴിയും. ഇന്ന് രാത്രി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവശക്തി പാസ് ചെയ്യുന്നുണ്ട്. ആമേൻ സ്തോത്രം. അടുത്ത ദിവസങ്ങളിൽ അത് വെളിപ്പെടാൻ പോവുകയാണ്. അവൻ മധുരമാക്കാൻ കഴിയുന്ന ഒരുവൻ ഉയരത്തിൽ നിറങ്ങി വന്നെങ്കിൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് വേണ്ടി മരണം അവൻ ആസ്വദിച്ചവൻ, നിന്റെ പേർക്ക് വേണ്ടി നിന്റെ നരക യാതന മാറ്റുവാൻ പ്രത്യക്ഷനായ ശ്രീ യേശു, ഉയരത്തിൽ നിന്ന് പിതാവ് അയച്ച പരിശുദ്ധാത്മാവിനെ നിയോഗമായി അയച്ച ദൈവപുത്രന്റെ സ്നേഹം, അതാണ് ഒന്നാമത്തെ പ്രത്യക്ഷത. ഈ പ്രത്യക്ഷത മനസ്സിലാക്കുന്ന ദൈവമക്കളെ, അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. അവൻ ഉയർത്തെഴുന്നേറ്റവനാണെങ്കിൽ തന്നെയും മരിച്ച് നമുക്ക് വേണ്ടി അവൻ ഉയർത്തെഴുന്നേറ്റ യേശു. അതിന് 24-ാമത്തെ വാക്യം വളരെ ഓടിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. 24-ാമത്തെ ക്രിസ്തു വാസ്തവമായ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകാൻ സ്വർഗ്ഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. He is not only died for us, he entered into heaven. Amen. Has a holy place. നമുക്ക് വേണ്ടി എങ്ങോട്ട് പോയി? ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? സ്വർഗ്ഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ നാം വിശ്വസിക്കുന്ന യേശു ഇപ്പോൾ എവിടെയാണ്? അവൻ കേവലം നിന്നെ വിടുവിക്കുക മാത്രമല്ല, കേവലം നിന്നെ വിടുവിക്കുന്ന സെക്കൻഡ് അപ്പിയറൻസ് ഓഫ് ദി ലോർഡ് ജീസസ് ഓഫ് ദിസ് പേഴ്സൺ അത് മനസ്സിലാക്കുന്നത് ഇപ്പോൾ യേശു നിനക്ക് വേണ്ടി സ്വർഗ്ഗത്തിലാണ്. ദൈവമടിച്ചു ദൈവത്തെ ആരാധിക്കുക. അവൻ വൈവിധ്യപ്പെട്ട ദൈവമക്കളെ, ഈ ആത്മസന്തോഷമാണ് അവൻ ചെറിയ കൂട്ടത്തിലും വലിയ കൂട്ടത്തിലും നമുക്കുണ്ടാകുന്നത്. യേശു നിന്നെ രക്ഷിക്കുക മാത്രമല്ല, നിന്നെ വീണ്ടെടുക്കുക മാത്രമല്ല, അവൻ ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ. അതുകൊണ്ട് നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, അതുകൊണ്ട് നാം തളർന്നു പോകരുത്. പ്രതിബന്ധങ്ങൾ വരുമ്പോൾ നേരിടുവാനുള്ള ശക്തി സ്വർഗ്ഗം നമുക്കായി. ഇന്ന് രാത്രി ചില ജീവിതങ്ങൾ ഹൃദയഭാരത്താൽ തലമുറകളെ ഓർത്ത് ഭാരപ്പെട്ട് ഇതിനകത്ത് വന്നിരിപ്പുണ്ട് എന്ന് പരിശുദ്ധ വ്യക്തമായി പറഞ്ഞു. നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്, നിന്റെ ഭവനത്തിന്റെ അവസ്ഥയോർത്ത് നീ ഭാരപ്പെടേണ്ട. ഈ വചനം ഇന്ന് രാത്രി ക്രിയ ചെയ്യുകയാണ്. ജീവിതങ്ങൾ ഭയപ്പെട്ട ജീവിതങ്ങൾ ഇന്ന് രാത്രി ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ മേൽ നിന്ന് ഭയം മാറുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ നഷ്ടങ്ങളെ ലാഭമാക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ ഒടുവിൽ നാം ആരാധിക്കും, ഒടുവിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമായിരിക്കും. എന്നാൽ ഇന്ന് രാത്രി വചനം ശ്രദ്ധിക്കൂ. ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകാൻ സ്വർഗ്ഗത്തിലേക്ക് അത്ര പ്രവേശിച്ചത്. ഇന്ന് എനിക്ക് നിനക്കും ആരുമില്ലെന്ന ചിന്ത വിട്ടിട്ട് ക്രൂശിൽ സ്നേഹം വെളിപ്പെടുത്തിയ ശ്രീ യേശുവിന്റെ അവൻ ഭക്താക്കളായി ഈ ഭൂമിയിൽ ആരാധിക്കുന്ന അവൻ അടിപ്പെടുന്ന സൗഖ്യം പ്രാപിച്ച ദൈവജനമേ, അവൻ ഇപ്പോൾ നമുക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ അത്ര പ്രവേശിച്ചത്. ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു, പവിത്രൻ, നിർദോഷ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗ്ഗത്തിൽ ഉള്ളത്. He entered into the holy place. അവൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുകയാണ്. നീ തനിയെ അല്ല ഇന്ന് രാത്രി ആയിരിക്കുന്നത്, നിന്നോടുകൂടെ വരുവാനുണ്ട്. അവൻ ഉയരത്തിലായിരിക്കുകയാണ്. പാപമൊഴികെ സ്വർഗ്ഗത്തിലും അവർക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട ഒരുവൻ ഉയരത്തിലുണ്ട്. ചില വാക്യങ്ങൾ അതിന് സഹായമായി നമുക്ക് വായിക്കാം. 7-ാം അധ്യായം അതിന്റെ 24-25, chapter 7 verse 24 and 25. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. പാപപരിഹാരം വരുത്തിയ ശ്രീ യേശു മരണം വേറിട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിൽ ഈ രാത്രി ആയിരിക്കുമ്പോൾ ഇവന്റെ പ്രത്യേകത എബ്രായ ലേഖനകാരൻ വിളിച്ചു പറയുകയാണ്. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു
പിടിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലായി. He is interceding for us in the right hand of God. ആ പിതാവിന്റെ വലഭാഗേ എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ പക്ഷപാതം ചെയ്യുകയാണ്. രക്ഷിച്ചേച്ച് ഇട്ടേച്ചു പോകുന്ന അനേകം ഈ ലോകത്തിൽ ഗുരുക്കന്മാരായി നേതാക്കന്മാരായി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ രക്ഷിക്കുക മാത്രമല്ല, പൂർണ്ണമായി രക്ഷിച്ച് കരങ്ങളിൽ വഹിച്ച് നിന്നെ എടുക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു ശ്രീ യേശുവിനെ പിൻപറ്റുന്ന ദൈവവൈതലെ നിന്റെ ജീവിതത്തിലെ തളർച്ചകളെ മാറ്റുവാൻ നിന്നെ താങ്ങാൻ ഒരുവൻ ഉയരത്തിലുണ്ട്. പലപ്പോഴും ആരാധനകൾക്ക് വരുമ്പോൾ, പ്രാർത്ഥനകൾക്ക് വരുമ്പോൾ ഭാരത്തോട് വരിക മാത്രമല്ല, ഇന്നെനിക്കൊരു വിടുതൽ കിട്ടിയില്ലല്ലോ, ഇന്നെന്റെ അവസ്ഥകൾക്ക് മാറ്റം വന്നില്ലല്ലോ, ഈ ക്രിയകൾ എനിക്ക് നടന്നില്ലല്ലോ എന്ന് നീ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ പൈതല് ഈ രാത്രിയിൽ പറയാ, നിനക്ക് വേണ്ടി ഒരുവൻ ഉയരത്തിലുണ്ട്. നീ അവന്റെ സന്നിധിയിൽ ആരാധിക്കാൻ തയ്യാറാണോ? പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ഒരുക്കപ്പെടാൻ തയ്യാറാണോ? ആകാശത്തിലൂടെ കടന്നുപോയവൻ അവന്റെ അടുത്ത് നിനക്ക് ചെല്ല, എവിടം വരെ ചെല്ല, കൃപാസനം വരെ ചെല്ല. അവൻ നിന്റെ വിഷയങ്ങൾ അവന്റെ പാദപീഠത്തിൽ അടുപ്പിച്ചുകൊണ്ട് ഈ രാത്രിയിൽ നിനക്ക് കടന്നു വരാ. ഇതുവരെ കടന്നു വരാത്ത ഏതെങ്കിലും ജീവിതങ്ങൾ ഈ ശബ്ദം ദേശത്ത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവരോടായി നിങ്ങൾ പറയുക, ഇത് കൃപാസനം വരെ വരാ. ഒരുവനും വേണ്ട, ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുപടിയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഒരുവൻ അവന്റെ അടുത്ത് നിനക്ക് വരാ. ഈ സുവിശേഷത്തിന്റെ സത്യം പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. ആവശ്യത്തിൽ തന്നോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ ഇപ്പോൾ അവൻ വിശുദ്ധ മന്ദിരത്തിലേക്ക്, സ്വർഗ്ഗത്തിലേക്ക് അത്ര പ്രവേശിച്ചത്. അവൻ സ്വർഗ്ഗത്തിലേക്ക് അത്ര പ്രവേശിച്ചത്. അതുകൊണ്ട് നീ കടന്നു പോകത്തില്ല. അവൻ നിനക്ക് വേണ്ടി ഈ രാത്രി ഉയരത്തിലായിരിക്കുന്നു. അവൻ വിടുവിപ്പോൾ ശക്തനായവനാണ്. അവൻ നമ്മെ രക്ഷിക്കും. അവൻ നിന്നെ വിടുവിക്കും, നിന്റെ സഭയെ വിടുവിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി നീ പറയരുത്, ഈ പ്രത്യക്ഷത നിനക്ക് വേണ്ടിയാണ്. അവൻ അവൻ അതിനപ്പുറത്ത് പുരോഹിതനായി, മഹാപുരോഹിതനായി, ആരാധനയ്ക്ക് യോഗ്യനായി, സ്തുതികൾക്ക് യോഗ്യനായി, ബഹുമാനത്തിന് യോഗ്യനായി, പുകഴ്ചയ്ക്ക് യോഗ്യനായി, സ്തുതികളിൽ വസിക്കുന്നവനായി ഈ രാത്രി നിനക്ക് വേണ്ടിയുള്ളത് കൊണ്ട് ഈ ആരാധന പോരാ, ഈ സ്തുതി പോരാ. അവൻ മഹത്വത്തിന് യോഗ്യനാണ്. അവൻ ശതാബ്ദങ്ങളും മുപ്പന്മാരും ജീവികളും ആരാധിക്കുന്ന, അവൻ എപ്പോഴും ആരാധന ആഗ്രഹിക്കുന്ന യേശുവിന്റെ അടുത്ത് കടന്നു വരുന്ന ദൈവത്തിന്റെ പൈതലെ, അവൻ നിനക്ക് വേണ്ടി പിതാവിന്റെ വലഭാഗെ അവൻ സ്വർഗ്ഗത്തിൽ നിനക്ക് വേണ്ടി ഉയരത്തിലായിരിക്കുക. അതുകൊണ്ട് നീ പിന്മാറി പോകണ്ട, അതുകൊണ്ട് നീ ക്ഷീണിച്ചു പോകണ്ട, അതുകൊണ്ട് നീ തളർന്നു പോകണ്ട. നിന്റെ വിശ്വാസം കപ്പൽ ഉടഞ്ഞു പോകത്തില്ല. ആ വിശ്വാസം ഈ മരുഭൂമി വാസം നിനക്ക് പലവിധ പ്രതിബന്ധങ്ങൾ നീ ആരോടും പറയാതെ ഒളിച്ചു വെച്ചിരിക്കുമ്പോൾ നിന്റെ താങ്ങുന്നതിനെ വാമനെ അറിയുന്ന ഒരുവന്റെ കരം ഈ രാത്രിയിലുണ്ട്. അവൻ ജീവിക്കുവാൻ അനുവദിക്കുന്ന ശത്രുവിനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ശ്രീ യേശു അവൻ ഉയരത്തിലായിരിക്കുകയാണ്. രണ്ടാമത്തെ പ്രത്യക്ഷത ഇപ്പോൾ അവർക്ക് വേണ്ടി സ്വർഗ്ഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചു. ഒന്ന് രണ്ട് വാക്യങ്ങളിലൂടെ നമുക്ക് പിന്നെയും അതിനോട് ചേർന്ന് വായിക്കാം. 4-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Chapter 4 verse 14 and 15. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട്